ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടില്ലേ, അത് തന്നെയാണ്. അതായത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന പീസ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ബാക്കി വരുന്ന കട്ടിങ് പീസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന തുണി എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒരു അളവെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. ഞാനിവിടെ 14 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അതായത് ഒരു സ്ക്വയർ പീസ് പോലെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും തുണികൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും തുണികളാണ് നമ്മൾ ആവശ്യത്തിന് വെട്ടിയെടുത്തത്. നിങ്ങൾ അതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ 2 ക്ലോത്ത് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം അത് രണ്ടും കൂടെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുൾ 4 സൈഡും ജോയിൻ ചെയ്തെടുക്കണം. 4 സൈഡ് മീൻസ് കുറച്ച് ഭാഗം മാത്രം നമ്മൾ തയ്യൽ ഇടാൻ പാടില്ല, ഓപ്പണായി തന്നെ ഇട്ടിരിക്കണം. ഒരു സൈഡിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഫുൾ തുണിയും തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ചിടണം. ആ ഓപ്പൺ ചെയ്ത വശത്ത് നിന്ന് നമ്മൾ പുറകിലോട്ട് വലിച്ച് നമ്മൾ ആ തുണിയെല്ലാം തിരിച്ചിടണം. ഇതുപോലെ നമ്മൾ എല്ലാ തുണിയും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെങ്കിൽ പഞ്ഞി വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുണിയുടെ തന്നെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസുകളാണ് വേണ്ടത്. ഞാനിപ്പം നമ്മൾ കട്ട് ചെയ്ത തുണിയുടെ തന്നെ ബാക്കി പീസുകളും കുറച്ച് അല്ലാതെ തുണി കട്ട് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് എല്ലാത്തിലും ഇതുപോലെ തുണി ഫില്ല് ചെയ്ത് കൊടുക്കാം. കട്ടിങ്ങും കട്ട് ചെയ്ത പീസും പിന്നെ നൂല് അങ്ങനെയുള്ള ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസാണ് ഞാൻ അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ഞി മേടിക്കാൻ കിട്ടും. പഞ്ഞി മീൻസ് നമ്മൾ സാധാ കോട്ടൺ അല്ലാതെ തന്നെ കടയിൽ ഈ ടെഡി ബിയറിലൊക്കെ നിറയ്ക്കുന്ന പഞ്ഞി മേടിക്കാൻ കിട്ടും. അതിന് കറക്റ്റ് റേറ്റൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ വാങ്ങി വെച്ചാലും മതി. ഞാനിവിടെ കട്ടിങ് പീസ് എനിക്ക് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാനത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ തുണിയും ഫില്ല് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാത്തിലും കട്ടിങ് പീസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി അത് യോജിപ്പിക്കണം. അതായത് സൈഡ് 4 വശവും വൃത്തികേടില്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളും നമുക്ക് ഈ വീഡിയോ കാണുന്ന കണക്ക് തന്നെ 4 വശവും തയ്ച്ചെടുക്കണം. 4 വശവും തയ്ച്ചെടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തും പോവാം. പക്ഷെ ഞാനിങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് യോജിപ്പിക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഫുള്ളും പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. 3 എണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, 4 എണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ 4 എണ്ണം വീതമാണ് ഒരു റോയിൽ 4 എണ്ണം പിന്നെ താഴോട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു മാച്ച് രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പം എല്ലാ സൈഡും നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല ഇതിൻ്റെ മധ്യഭാഗത്തുള്ള സ്പേസിൽ വേണമെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ നമുക്ക് വേണ്ട, അതായത് ആ മാറ്റിൻ്റെ വീതി വണ്ണമൊക്കെ എടുത്ത് അളന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള എത്ര എണ്ണം വേണം എന്ന് എണ്ണി അതിൻ്റെ അപ്പുറത്തുള്ള 4 സൈഡും എണ്ണി വയ്ക്കുക. എന്നിട്ട് 2 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് ഇടുന്ന രീതിയിൽ ഇങ്ങനെ വെട്ടി ഇതേപോലെ പീസാക്കി എടുക്കുക. ഇപ്പോൾ എനിക്ക് 7 എണ്ണമായിരുന്നു വേണ്ടി വന്നത്. അതെല്ലാം അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ എല്ലാത്തിൻ്റെയും മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസും അതുപോലെ എടുത്തിട്ട് നമ്മളെ മാറ്റിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന കണക്ക് തന്നെ ആ വിടവിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അല്ലാതെ ഇത് ചെയ്യാതെ യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ സൈഡെല്ലാം ഇങ്ങനെ വൈറ്റ് തുണി വെച്ചടിച്ചിട്ട് 4 സൈഡും ഇതുപോലെ മടക്കി ഇങ്ങനെ അടിച്ചാൽ നല്ല സൂപ്പർ മാറ്റ് ആവും. ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇടാം. ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.